ഈ കോഴ്സിൽ നാം വിശുദ്ധനാടിൻ്റെ ചരിത്രപരമായ ഭൂമിശാസ്ത്രത്തിൻ്റെ ആമുഖം കൈകാര്യം ചെയ്യുന്നു. ഈ ആദ്യ ലെക്ചർ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട വിവിധ വശങ്ങളെക്കുറിച്ച് സംസാരിക്കും. നാം ചർച്ച ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം ചരിത്രപരമായ ഭൂമിശാസ്ത്രത്തിൻ്റെ അളവുകളാണ്. ആദ്യം സ്ഥലം. ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് സംഭവിച്ചു. പഴയ നിയമവും പുതിയ നിയമവും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഭൂമിശാസ്ത്രം നമുക്കുണ്ട്. ജിയോർണസ് റൈറ്റ് പറഞ്ഞു, ക്രിസ്തുമതവും ജൂതമതവും ഭൂമിശാസ്ത്രം ആവശ്യപ്പെടുന്നു. ഇത് കാലികവുമാണ്. ദൈവം ഒരു ജനതയുമായി ഇടപെടുന്ന ചരിത്രവിവരണമാണ് ഇത്. മിശിഹായിലേക്ക് നയിക്കുന്ന സംഭവങ്ങളുടെ പരമ്പര. വിവിധ കാലഘട്ടങ്ങളിലെ ഭൂപടങ്ങൾ ആവശ്യമാകും, കാരണം അവ മാറിക്കൊണ്ടിരിക്കും, വ്യത്യസ്ത സാഹചര്യങ്ങളുണ്ടാകും. ചരിത്രത്തിൻ്റെ നിർവചനം അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ തൻ്റെ ഭൂതകാലത്തെക്കുറിച്ചുള്ള പ്രതിഫലനമാണ്. ചരിത്രവും പുരാവസ്തുശാസ്ത്രവും തമ്മിൽ നമുക്ക് വ്യത്യാസപ്പെടുത്തണം. എഴുത്തില്ലാതെ യഥാർത്ഥ ചരിത്രം സാധ്യമല്ല. പാലിയോഗ്രഫി, എപ്പിഗ്രാഫി, വ്യാകരണം, വാക്യഘടന, സംഭാഷണ വിശകലനം എന്നിവ എല്ലാം ഉപകരണങ്ങളാണ്. സംഭാഷണം സംസ്കാരത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു. വെളിപ്പെടുത്തൽ മനുഷ്യഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പഴയ നിയമം പുരാതന സമീപ കിഴക്കൻ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കണം. പുരാവസ്തുശാസ്ത്രം നമ്മെ വീടുകൾ, മറ്റ് കെട്ടിടങ്ങൾ, കോട്ടകൾ, ഉപകരണങ്ങൾ തുടങ്ങി ഖനനത്തിൽ കണ്ടെത്താനാകുന്ന എന്തിനെക്കുറിച്ചും അറിയിക്കുന്നു. ഇത് ആത്മീയവുമാണ്. ജൂതമതത്തിലും ക്രിസ്തുമതത്തിലും ഇത് വിശുദ്ധ ഭൂമിയിൽ നടന്നു. വിശുദ്ധ സ്ഥലങ്ങൾ നമുക്ക് വളരെ പ്രധാനമാണ്. അവ തുറന്നിരിക്കണം. പുരാതന കാലത്ത് മതം ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക വിഭാഗമല്ലായിരുന്നു. അത് സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും, അതായത് ദിവസേനയുള്ള ജീവിതത്തിനും അവിഭാജ്യമായിരുന്നു. ചരിത്രപരമായ ഭൂമിശാസ്ത്രത്തിൽ നിരവധി ശാഖകളുണ്ട്. ഒന്ന് ഭൗതിക ഭൂഗോളശാസ്ത്രമാണ്. ചരിത്രപരമായ ഭൂമിശാസ്ത്ര പഠനത്തിൽ എല്ലാ ശാസ്ത്രീയ രീതികളും ഉപയോഗിക്കണം. ജിയോളജിയും ഓറോഗ്രഫിയും ഉണ്ട്. ഭൂരൂപശാസ്ത്രം ഭൂമിയുടെ ഉപരിതലത്തിലെ ഭൂഖണ്ഡവും സമുദ്രത്തിനടിയിലുള്ള ഭൂപ്രകൃതിയും സംബന്ധിച്ച ശാസ്ത്രമാണ്. അവയുടെ വിവരണാത്മക ഘടകങ്ങളിൽ ഭൗതിക ഭൂഗോളശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തങ്ങളും വിശദീകരണ ഘട്ടങ്ങളിൽ ഡൈനാമിക് ഘടനാത്മക ജിയോളജിയുടെ സിദ്ധാന്തങ്ങളും ഉപയോഗിച്ച് അവയുടെ ജനിതക വ്യാഖ്യാനം തേടുന്നു. നാം പരിസ്ഥിതി, മണ്ണ്, കല്ലുകൾ, അവയുടെ സാധ്യതകൾ, സസ്യജാലം, ജീവജാലം, അവയുടെ സംഭാവന എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജലശാസ്ത്രം, ജലസ്രോതസ്സുകൾ, അവയുടെ ഉപയോഗമാർഗങ്ങൾ. കാലാവസ്ഥാ ശാസ്ത്രം വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ജീവിതശൈലിയെ ബാധിക്കുന്ന കാലാവസ്ഥാ മാതൃകകളിലെ മാറ്റങ്ങൾ. ഭൂപടശാസ്ത്രം ഇത് ഡാറ്റ രേഖപ്പെടുത്തുകയും അത് കാഗിതത്തിൽ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നതാണ്. ടൈപ്പോഗ്രഫി ഒരു സ്ഥലത്തിൻ്റെ വിവരണമാണ്. ഇത് ഭൗതിക ഭൂമിശാസ്ത്രമാണ്, ഒരു സ്ഥലം അല്ലെങ്കിൽ പ്രദേശത്തിൻ്റെ വിശദമായ കൃത്യമായ വിവരണം. ഒരു സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ പ്രദേശങ്ങളുടെ കൃത്യമായ ഭൗതിക രൂപരേഖ ഭൂപടത്തിൽ പ്രതിനിധീകരിക്കുന്ന കല. ഇത് ഒരു സ്ഥലം അല്ലെങ്കിൽ പ്രദേശത്തിൻ്റെ സവിശേഷതകളാണ്. ഇവിടെ ഒരു കുറിപ്പ് നെൽസൺ ഗ്ലിക്ക് നെഗവിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ബൈബിളിലെ നെഗവിൻ്റെ തെക്കുഭാഗമാണ്. ഡെന്നിസ് ബെയ്ലി നെഗവിനെക്കുറിച്ച് വളരെ അജ്ഞനാണ്. നമ്മുടെ പ്രാഥമിക കാഴ്ചപ്പാടിൽ ഇസ്രായേൽ ദേശത്തെ 4 പ്രധാന വടക്ക് മേഖലകളിൽ നോക്കുകയാണ്. തീരപ്രദേശം, കേന്ദ്രപർവ്വതങ്ങൾ അല്ലെങ്കിൽ പാശ്ചാത്യ ഉയരം, റിഫ്റ്റ് താഴ്വര അല്ലെങ്കിൽ കേന്ദ്ര താഴ്വര, ട്രാൻസ് ജോർഡാൻ പീഠഭൂമി അല്ലെങ്കിൽ കിഴക്കൻ പീഠഭൂമി.
ഇപ്പോൾ നാം അതിനെ പൊതുവായി പരിശോധിക്കും. കൂടുതൽ വിശദമായി പിന്നീട് നോക്കാം. നമുക്ക് ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളും ഉണ്ട്. ട്രാൻസ് ജോർഡാനും സിറിയൻ മരുഭൂമിയിലും ബസാൾട്ട് പ്രദേശങ്ങൾ ഉണ്ട്. മലകളും ഉണ്ട്. കാടുകളും ചതുപ്പുകളും ഉണ്ട്. ഹുല ബേസിൻ, ഷാരോൺ സമതലം, എസ്രലോൺ സമതലം, കാർമൽ മലയുടെ വടക്കുഭാഗം. ഭൂപ്രകൃതിയുടെ വിശദാംശങ്ങൾ പിന്നീട് വരും. നമുക്ക് ഫിലോളജിയും ഉണ്ട്. ഫിലോളജി എന്നത് ഗ്രന്ഥങ്ങളുടെ പഠനമാണ്. ബൈബിളിൽ 475 ഉണ്ട്. പ്രാദേശിക ഭൂമിശാസ്ത്ര പേരുകൾ. ഇവ ചരിത്ര ഭൂമിശാസ്ത്ര സ്രോതസ്സുകളായി ഉപയോഗിക്കുന്നു. അവ 2 നിർണായക ചോദ്യങ്ങളിൽ ആശ്രയിക്കുന്നു. പട്ടികയുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? പട്ടിക എഴുതിയത് എപ്പോഴാണ്? ഒരു ഉദാഹരണമായി ഉൽപ്പത്തി 23 കുറയ്ക്കുക 2. സാറയുടെ മരണത്തോടെ അവൾ കിര്യത്ത് അർബയിൽ മരിച്ചുവെന്ന് ഗ്രന്ഥം പറയുന്നു. അത് ഹെബ്രോൺ ആണ്. ഇത് നമ്മെ അറിയിക്കുന്നത് മുമ്പ് കിര്യത്ത് അർബ എന്നായിരുന്നു പട്ടണത്തിൻ്റെ പേര്. പിന്നീട് അത് ഹെബ്രോൺ ആയി മാറ്റി. മറ്റൊരു ഉദാഹരണം ദാൻ ഗോത്രത്തിൻ്റെ തെക്കിൽ നിന്ന് വടക്കിലേക്ക് നീക്കം സംബന്ധിച്ചതാണ്. അവർ എലീഷ നഗരത്തിലെത്തിയപ്പോൾ അവർ നഗരം പിടിച്ചെടുത്തു, അതിലെ ജനങ്ങളെ കൊന്നു, പിന്നെ അതേ സ്ഥലത്ത് താമസിച്ചു. എന്നാൽ അവർ ഇപ്പോൾ അതിനെ ദാൻ എന്ന് വിളിച്ചു. ചരിത്രപരമായ ഭൂമിശാസ്ത്രപരമായ വിവരണങ്ങൾ ഉണ്ട്. ഇത്തരത്തിലുള്ളവ നമുക്ക് നിരവധിയുണ്ട്. ഉൽപ്പത്തി 10 നമുക്ക് ഒരു ജാതികളുടെ പട്ടിക ഉണ്ട്. ഇത് നമ്മോട് നോഹയുടെ 3 പുത്രന്മാരെക്കുറിച്ച് സംസാരിക്കുന്നു. യോശുവ 12 കീഴടക്കപ്പെട്ട കനാന്യ നഗരങ്ങളുടെ പട്ടികകൾ നമുക്കുണ്ട്. ഇനിയും കീഴടക്കപ്പെടാത്ത ഭൂമി, അതായത് യോശുവ കീഴടക്കാത്ത ഭൂമി. യോശുവ 13 1 കുറയ്ക്കുക 6 ന്യായാധിപന്മാർ 3 1 കുറയ്ക്കുക 4 നമുക്ക് ലഭിക്കും. അലഞ്ഞു തിരിയുന്ന ഇസ്രായേല്യരുടെ യാത്രാമാർഗവും നമുക്ക് ഉണ്ട്. മോശെ ഇത് സംഖ്യപുസ്തകം 33 നൽകിയിരിക്കുന്നു. നമുക്ക് ഭരണപരമായ പ്രാദേശിക പട്ടികകളുണ്ട്. ഉദാഹരണത്തിന് ശലോമോൻ തൻ്റെ രാജ്യം 12 ജില്ലകളായി വിഭജിച്ചിരുന്നു. ഇവയെല്ലാം അദ്ദേഹത്തിന് ഓരോ മാസവും ആവശ്യമായ ഭക്ഷണം നൽകാൻ ഉപയോഗിക്കുന്നു. അതിനുശേഷം പ്രത്യേക യുദ്ധം പോരാടാൻ സൈനികർ പുറപ്പെടുന്ന ദൗത്യങ്ങളും കീഴടക്കലുകളും നമുക്ക് ഉണ്ട്. പഴയ നിയമ കാലഘട്ടത്തിലെ ശിലാലിഖിത രേഖകളും നമുക്ക് ഉണ്ട്. ഈജിപ്ഷ്യൻ ഉറവിടത്തിൽ നിന്ന് നമുക്ക് ഇതിൽ പലതും ലഭ്യമാണ്. ദൗത്യങ്ങളുടെ ജേർണലുകൾ. അവർ പോരാടിയ യുദ്ധങ്ങളും കീഴടക്കിയ രാജ്യങ്ങളും വളരെ സൂക്ഷ്മമായി രേഖപ്പെടുത്തി. ഇവ ക്ഷേത്രങ്ങളുടെ മതിലുകളിൽ സംരക്ഷിച്ചിരിക്കുന്നു. അവിടെ ബാസ്റ്റ് ലീഫുകളും ഉണ്ട്. ഇവ നമ്മെ ആളുകളുടെ രൂപവും കീഴടക്കപ്പെട്ട വിവിധ നഗരങ്ങളും അറിയിക്കുന്നു. നമുക്ക് ഭൂപ്രദേശങ്ങളുടെ പട്ടികകളുണ്ട്. അവർ അടിമകളായ ആളുകളെ രേഖപ്പെടുത്താൻ ഇഷ്ടപ്പെടുകയും ഇവയെ അവരുടെ സ്മാരകങ്ങളിൽ ചിത്രീകരിക്കുകയും ചെയ്തു. നമുക്ക് സാഹിത്യ പാപ്പിറസ് ഉണ്ട്. ഉദാഹരണത്തിന് വെനമോൻ്റെ അല്ലെങ്കിൽ സെനുഹിയുടെ യാത്രകൾ. ഇവ സാഹിത്യ രൂപത്തിലാണ്. അതിനുശേഷം ഭരണ പാപ്പിറസ്. ഇവ വിവിധ ഭരണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ഫറോ ആരെയെങ്കിലും പാറ അല്ലെങ്കിൽ ടർക്കോയ്സ് പോലുള്ള എന്തെങ്കിലും നേടാൻ അയച്ചിട്ടുണ്ടാകാം. അത് രേഖപ്പെടുത്തും. അതിനുശേഷം ശാപവാചകങ്ങൾ ഉണ്ട്. ഫറോ ഏറ്റവും പുതിയ യുദ്ധത്തിൽ ചെയ്ത കാര്യങ്ങൾ ഇവയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനുശേഷം നിരവധി കത്തിടപാടുകളുടെ ശേഖരങ്ങൾ ഉണ്ട്. ഉദാഹരണത്തിന് എൽ അമർനയുടെ ശേഖരങ്ങൾ. അതിനുശേഷം നിരവധി മെസൊപ്പൊട്ടാമിയൻ ഉറവിടങ്ങളും ഉണ്ട്.
ഇവ മെസൊപ്പൊട്ടാമിയയിലെ കൊട്ടാരങ്ങളുടെ മതിലുകളിൽ കണ്ടെത്താം. അതിനുശേഷം പലസ്തീനിയൻ ഉറവിടങ്ങൾ ഈ ജോലിക്ക് സഹായകരമാണ്. മിഷാക്കല്ലിൽ നമുക്ക് ഉണ്ട്. ഇസ്രായേൽ രാജ്യത്തോട് വിമതനായ ശേഷം മെഷ സ്ഥാപിച്ച സ്മാരകമാണിത്. സമാരിയ ഓസ്ട്രിക. ഇവ സമാരിയയിൽ കണ്ടെത്തിയ ഓസ്ട്രികയാണ്. ചില സംഭവങ്ങളെക്കുറിച്ചുള്ള ചരിത്ര വിവരങ്ങൾ ഇവ നൽകുന്നു. നിരവധി രാജകീയ മുദ്രണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ ജാർ ഹാൻഡിലുകളിൽ നിന്നാണ് വന്നത്. സാധാരണയായി ഭക്ഷണം, എണ്ണ, ധാന്യം അല്ലെങ്കിൽ അത്തരം വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനായി ഇവ ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം ലാഖീഷ് കത്തുകൾ ഞങ്ങൾക്ക് ഉണ്ട്. അവ വളരെ പ്രധാനപ്പെട്ടവയാണ്, കാരണം മറ്റൊരു വലിയ രാജ്യം, ഉദാഹരണത്തിന് അസീരിയ, രാജ്യത്തെ ആക്രമിക്കുമ്പോൾ നടന്ന സംഭവങ്ങളെക്കുറിച്ച് അവ വിവരണം നൽകുന്നു. ഈ കത്തുകൾ ലാഖീഷ് നഗരത്തിൽ നിന്ന് യെരൂശലേം നഗരത്തിലേക്ക് എഴുതിയവയാണ്. പഴയ നിയമ കാലഘട്ടത്തിന് ശേഷം ഞങ്ങൾക്ക് നിരവധി ഗ്രന്ഥങ്ങൾ ഉണ്ട്. ബൈബിളിലെ സ്ഥലങ്ങളുടെ സ്ഥാനം സംബന്ധിച്ച താൽമൂദിക് ചർച്ചകൾ ഇതിൽ പലതും ചർച്ച ചെയ്യപ്പെട്ടു. നമുക്ക് യൂസീബിയസ് ഉണ്ട്. അദ്ദേഹം 3 നൂറ്റാണ്ടിൻ്റെ അവസാനം 4 നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം കൈസരിയിൽ ജീവിച്ചിരുന്നു. ബൈബിളിൽ നിന്നുള്ള സ്ഥലനാമങ്ങളുടെ ഒരു പട്ടിക അദ്ദേഹം തയ്യാറാക്കി. അദ്ദേഹം റോമൻ ഭൂപടങ്ങൾ ഉപയോഗിച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം നൽകിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതി അനാമോസ്റ്റിക്കോൺ എന്ന് വിളിക്കപ്പെടുന്നു. അവിയോന ഇവ ഉപയോഗിച്ച് ജില്ലയുടെ അതിരുകൾ നിശ്ചയിക്കുന്നു. ബൈബിളിലെ വാചകങ്ങളുമായി ഈ വിവരങ്ങൾ സംയോജിപ്പിച്ച് ഒരു പട്ടണം ഭരണകേന്ദ്രത്തിൽ നിന്ന് എത്ര ദൂരെയാണെന്ന് പറയുന്നു. ജെറോം ഉണ്ട്. അദ്ദേഹം ബൈബിൾ ഹീബ്രു, ഗ്രീക്ക് ഭാഷകളിൽ നിന്ന് ലാറ്റിനിലേക്ക് വിവർത്തനം ചെയ്തയാളാണ്. അത് ഏകദേശം 400 AD യിൽ ചെയ്തു. അദ്ദേഹം ബെത്ലഹേമിൽ ജീവിച്ചിരുന്നു. യൂസീബിയസിനെ ലാറ്റിനിലേക്ക് വിവർത്തനം ചെയ്തു. നമുക്ക് മദാബ മോസൈക്ക് ഭൂപടമുണ്ട്. ഇത് 6 നൂറ്റാണ്ടിലേതാണ്. ഇത് ട്രാൻസ്ജോർഡാനിലെ ഒരു പള്ളിയുടെ നിലത്തിലാണ്. ഇത് യൂസീബിയസിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ ഭൂപടം കിഴക്ക് അഭിമുഖമായാണ്. മധ്യകാലഘട്ടത്തിലെ തീർത്ഥാടകരുടെ യാത്രാവിവരണങ്ങളും ഇതിലുണ്ട്. ഇതിൽ പലതും ഉണ്ട്. ജോൺ വിൽക്കിൻസൺ ക്രൂസേഡ്സിന് മുമ്പുള്ള യെരൂശലേം തീർത്ഥാടകർ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഇത് 1977 ചെയ്തു. നാഥൻ ഷൂറിയെ പരാമർശിക്കുന്നു. 1300 മുതൽ 1970 വരെ പാശ്ചാത്യ ക്രിസ്ത്യൻ യാത്രാവിവരങ്ങളുടെ ഒരു വിഷയപരമായ ഗ്രന്ഥാവലി. യാത്രികരും തീർത്ഥാടകരും പറയുന്ന യെരൂശലേം. ഇത് 400 വർഷത്തിലധികം കാലയളവിൽ വിശുദ്ധ ഭൂമിയിലേക്ക് ആളുകൾ സന്ദർശിക്കുകയും അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്തിരുന്നു. എദോരി ഹാപാർഹി ഫ്ലോറൻസിൽ നിന്നുള്ള ഒരു യഹൂദനായിരുന്നു. അവൻ 14 നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ബെയ്ത് ഷാനിൽ ജീവിച്ചിരുന്നു. അവൻ 7 വർഷം സ്ഥലങ്ങളും ബൈബിളും തൽമുദിക സൈറ്റുകളും പഠിച്ചു. അവൻ മുഴുവൻ എretz ഇസ്രായേലിനെയും സംരക്ഷിക്കാൻ ഒരു പ്രതിരോധ ഗ്രന്ഥം എഴുതി. അവൻ്റെ പല തിരിച്ചറിവുകളും ഇന്നും നിലനിൽക്കുന്നു. അവൻ കാഫ്തോർ വഫേര എഴുതി. വിശുദ്ധ ഭൂമിയുടെ പരിധികളെക്കുറിച്ച് അവൻ യഹൂദ ഹഗാസിയുമായി അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചു. ആദ്രിയൻ റീലാൻഡ് 17 നൂറ്റാണ്ടിൻ്റെ അവസാനം പലസ്തീനി എസ് മോനുമെൻറ്റസ് വെരിബസ് ഇലുസ്ട്രാറ്റ എന്ന കൃതിയിലൂടെ അവൻ ഇത് 1714 ഉൾട്രക്കിൽ പ്രസിദ്ധീകരിച്ചു. ഇവ ലഭ്യമായ എല്ലാ ഉറവിടങ്ങളിൽ നിന്നുമുള്ള വൻ വിവരശേഖരങ്ങളാണ്. എന്നാൽ ആദ്രിയൻ റീലാൻഡ് എത്രയും കൂടുതൽ നൽകിയിട്ടും ഇസ്രായേലിനെ സ്വയം സന്ദർശിച്ചിട്ടില്ല. ആധുനിക ഭാഷാശാസ്ത്ര ഗവേഷണം എല്ലാ എഴുത്തുകളും ഉറവിടങ്ങളും ചരിത്രകാരന്മാർ ഈജിപ്ഷ്യൻ,
അക്കാഡിയൻ എഴുത്തുകൾ എന്നിവ ഉപയോഗിക്കുന്നു. ഇപ്പോൾ നമുക്ക് സ്ഥലം പേരുകൾ ഉണ്ട്. ഇത് പലസ്തീനിൽ കണ്ടെത്തിയ സ്ഥലനാമങ്ങളുടെ ഒരു ശേഖരമാണ്. ബൈബിളിലെ ഓരോ സ്വതന്ത്ര കുടിയേറ്റവും അതിൻ്റെ സ്വഭാവത്തിലും വലിപ്പത്തിലും വ്യത്യാസമില്ലാതെ ഒരു പട്ടണമായി വിളിക്കപ്പെടുന്നു. അത് മറ്റൊരു പട്ടണത്തിന് അടുത്തുള്ള മതിൽ ഇല്ലാത്ത വളരെ ചെറിയ പ്രദേശമായിരിക്കാം, പക്ഷേ അതിനെ തന്നെ ഒരു പട്ടണമായി വിളിക്കും. പഴയ സ്ഥലങ്ങളുടെ തുടർച്ച ആദ്യമായി ആ സ്ഥലത്തെ തിരഞ്ഞെടുക്കുന്നതിലൂടെ ഉണ്ടാകുന്നു. ഒരു സ്ഥലത്തെ അധിവസിക്കാൻ തിരഞ്ഞെടുക്കാനുള്ള 4 പ്രധാന കാരണങ്ങൾ ഉണ്ട്. ആദ്യത്തേത് തന്ത്രപരമാണ്. അത് പ്രധാന വഴിത്തിരിവുകളിൽ ആയിരിക്കാം. അതിനാൽ ആ സ്ഥലത്തെ സംരക്ഷിക്കാൻ ഒരു പട്ടണം അവിടെ നിർമ്മിക്കും. അതിന് നല്ല ജലവിതരണം ഉണ്ടായിരിക്കാം. അത് ഉറവുകളോ കിണറുകളോ ഉള്ളതായിരിക്കും. അങ്ങനെ ആണെങ്കിൽ ഉറവിന് സമീപം ഒരു പട്ടണം നിർമ്മിക്കും. അത് വിയ മോറിസ് പോലുള്ള ഒരു പാതയായിരിക്കാം. ജസ്രിയിൽ സമതലത്തിൽ നിന്ന് ഷാരോണിലേക്ക് പ്രവേശിക്കുന്ന ഓരോ പാതയിലും നമുക്ക് നഗരങ്ങൾ ഉണ്ട്. ജാക്നിയം, ടെൽ അബു സാരിക്, ടെൽ അബു ഷഷ്പെ, മെഗിദ്ദോ, താനാച്ച്. അല്ലെങ്കിൽ അവസാനത്തേത്, അതിന് നല്ല കൃഷിയോഗ്യമായ ഭൂമി ഉണ്ടായിരിക്കും. അതിനാൽ ഈ 4-ൽ ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ അത് വീണ്ടും 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 അധിവസിക്കപ്പെടും. ഇപ്പോൾ സ്ഥലനാമങ്ങളുടെ ഉദ്ഭവവും അവയുടെ അർത്ഥവും പല സ്ഥലങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അവയെ ആയിരക്കണക്കിന് വർഷങ്ങളോളം പാലസ്തീനിൽ സംരക്ഷിക്കാമായിരുന്നു. ഇതിനുള്ള കാരണം നിവാസികൾ സെമിറ്റിക് ഭാഷകൾ സംസാരിച്ചിരുന്നു. സാധാരണയായി അധിവാസത്തിൻ്റെ തുടർച്ചയായിരുന്നു. അതിനാൽ ഓരോ പുതിയ നിവാസി തരംഗവും അവരുടെ മുൻഗാമികളിൽ നിന്ന് പഴയ പേരുകൾ പാരമ്പര്യമായി സ്വീകരിച്ചു. പല ഭൂമിശാസ്ത്ര പേരുകളും ഉറപ്പോടെ വിശദീകരിക്കാം. ദൈവിക പേരുകൾ. ബേത്ത് എന്ന വാക്ക് അടങ്ങിയ വാക്കുകൾ ചില ദേവന്മാരുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് ബാൽ. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു പേര്, ദൈവത്തിൻ്റെ പേരുണ്ടെങ്കിൽ അത് ദൈവികമായ ഒരു പേരാണെന്ന് വിശദീകരിക്കുന്നു. പുരുഷന്മാരുടെയോ ഗോത്രങ്ങളുടെയോ പേരുകൾ എല്ലാം ഇസ്രായേൽ കാലഘട്ടത്തിലാണ് ഉണ്ടായത്. ഒരു മേഖലയുടെ അല്ലെങ്കിൽ പ്രദേശത്തിൻ്റെ നിർവചനം തന്നെ ആ പ്രദേശത്തെ വിവരിക്കാൻ. സ്ഥലത്തിൻ്റെ സ്വഭാവവും അതിൻ്റെ ചുറ്റുപാടുകളും വളരെ വ്യാപകമാണ്. ഉദാഹരണങ്ങൾ: ഗിബ എന്നത് കുന്ന് എന്നർത്ഥം, അല്ലെങ്കിൽ റാബ എന്നത് ഉയരം എന്നർത്ഥം. ഇത് ഒരു കൃഷി സവിശേഷതയായിരിക്കാം. മണ്ണിൻ്റെ സ്വഭാവം: തോവ് എന്നത് നല്ലത് എന്നർത്ഥം, അല്ലെങ്കിൽ പ്രാദേശിക ഉൽപ്പന്നം. ബേത്ത് ഹെഗേറിം എന്നത് മുന്തിരിത്തോട്ടം എന്നർത്ഥം. കേന്ദ്ര കൃഷി സ്ഥാപനങ്ങൾ: ഗോറോൺ പോലുള്ളവ കളപ്പുരയെ സൂചിപ്പിക്കുന്നു. ജലസ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട പേരുകൾ. ഉദാഹരണത്തിന് എയിൻ ഗെട്ടി അല്ലെങ്കിൽ എയിൻ. ഗേവ അല്ലെങ്കിൽ ബിയർ ശിവ, ഇത് ഒരു കിണർ അല്ലെങ്കിൽ ജലസ്രോതസ് എന്നർത്ഥം. അപ്പോൾ അത് പ്രത്യേക കെട്ടിടങ്ങൾ, കുടിയേറ്റത്തെ പ്രതിനിധീകരിക്കുന്ന പ്രത്യേക കെട്ടിടങ്ങൾ ആയിരിക്കാം. മഹനയിം അത് യാക്കോബ് ട്രാൻസ്ജോർഡാനിലെ പട്ടണത്തിന് നൽകിയ പേര്. അതിൻ്റെ അർത്ഥം 2 പാളയങ്ങൾ എന്നാണ്. മെഗ്ദാൽ ഇത് ഒരു കോട്ടയോ ഒരു ആരാധനാ സ്ഥാപനമോ ആണ്. പ്രമോത്ത് അല്ലെങ്കിൽ ഒരു ബലിപീഠത്തിനുള്ള ഉയരം. പൊതുവായ സവിശേഷതകൾ: പരിസരം, റാബ അതായത് മഹത്തായ അല്ലെങ്കിൽ പ്രധാന. ഹിൽക്കോട്ട് അതായത് ഭൂമി, അല്ലെങ്കിൽ കാദേശ് അതിൻ്റെ അർത്ഥം ക്ഷേത്രം. മൃഗങ്ങളുടെ പേരുകൾ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഹസാർ സുസിം, അതിൻ്റെ അർത്ഥം കുതിരകൾ, അല്ലെങ്കിൽ സസ്യങ്ങളുടെ പേരുകൾ. ബേത്ത് തപ്പുവ, അതിൻ്റെ അർത്ഥം ആപ്പിൾ. ഇസ്രായേലിയർ പഴയ പേരുകൾ മാറ്റുന്നത് വളരെ അപൂർവമാണ്.
ഞാൻ മുമ്പ് പറഞ്ഞ ഉദാഹരണം മാത്രമാണ് ഉറപ്പുള്ളത്, എലീഷയെ ദാൻ എന്ന് മാറ്റിയത്. 19 നൂറ്റാണ്ടിലെ സർവേകൾ ഉണ്ട്. എന്നാൽ ഈ ഗവേഷണങ്ങളിൽ ഒന്നും പുരാവസ്തു പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല. കാരണം 1890 ഡെൽ എൽ ഹെത്തിയിൽ സഫ്ലിൻഡേഴ്സ് പെട്രിയുടെ പ്രവർത്തനത്തോടെയാണ് പലസ്തീനിൽ ഇത് ആരംഭിച്ചത്. അവിടെ സൈറ്റ്സിൻ, യു.ജെ. സൈറ്റ്സിൻ, ഫ്രൈസർ ദിർക്ക്, സിറിയൻ, പാലസ്തീന്, ഫിനീഷ്യ മുതലായവ ഉണ്ടായിരുന്നു. 1855 ബെർലിനിൽ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം പല സ്ഥലങ്ങളെ, പ്രത്യേകിച്ച് മസാദയുടെ സ്ഥലം വിവരിക്കുന്നു. ജെ.സി. ബർഖാർഡ് സിറിയയിലും വിശുദ്ധ ഭൂമിയിലും യാത്ര ചെയ്യുന്നു. 1822 പ്രസിദ്ധീകരിച്ച എഡ്വേർഡ് റോബിൻസൺ ബൈബിൾ ഗവേഷണങ്ങൾ പാലസ്തീനിലും സമീപ പ്രദേശങ്ങളിലും 1856 ലണ്ടനിൽ പ്രസിദ്ധീകരിച്ചു. ഭാവിയിലെ പഠനങ്ങൾക്ക് ശാസ്ത്രീയ അടിസ്ഥാനം അദ്ദേഹം സ്ഥാപിച്ചു. അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായ എലി സ്മിത്ത് സഹായിച്ചു. എലി സ്മിത്ത് വർഷങ്ങളോളം ലെബനനിൽ മിഷണറിയായി പ്രവർത്തിച്ചിരുന്നു. കൂടാതെ അറബിക് ഭാഷയിൽ പ്രാവീണ്യം നേടിയിരുന്നു. അദ്ദേഹം ഭൂപ്രകൃതി, ഉറവിടങ്ങൾ, അന്നത്തെ നിലവിലുള്ള അറബിക് പേരുകൾ എന്നിവ തമ്മിൽ താരതമ്യം ചെയ്തു. ഗൗറിൻ 1880 പലസ്തീനിൻ്റെ വിവരണം. ശ്രദ്ധേയമായ ഒരു കൃതി C.F. കണ്ടോഫ്, H. എന്നിവരുടേതായിരുന്നു. കിർഷ്ണർ, വെസ്റ്റേൺ പലസ്തീനിൻ്റെ സർവേ. അവർ ഇത് 1881 മുതൽ 1883 വരെ നടത്തി. ഇത് പലസ്തീൻ എക്സ്പ്ലോറേഷൻ ഫണ്ട് സ്ഥാപിച്ചു. 1878 പലസ്തീൻ എക്സ്പ്ലോറേഷൻ ഫണ്ട് മാപ്പ് എന്ന പേരിൽ ഒരു മാപ്പും പ്രസിദ്ധീകരിച്ചു. ജി. ഷൂർ അൻസർ ആർബേറ്റൻ ഇൻ ജോർഡർലാൻഡ് 1913 മുതൽ 1970 വരെ. അക്രോസ് ദ ജോർഡൻ 1886. അദ്ദേഹം ട്രാൻസ് ജോർഡനിൽ കണ്ടർ പലസ്തീനിൽ നടത്തിയതുപോലെ അതേ തരത്തിലുള്ള സർവേ നടത്തി. H. പാൽമർ പിഫ്മാപ്പിൻ്റെ ASWP എന്ന തലക്കെട്ടുള്ള മാപ്പ് വിഭാഗങ്ങളെ അടിസ്ഥാനമാക്കി അറബിയിലും ഇംഗ്ലീഷിലും സ്ഥലനാമങ്ങളുടെ പഠനം തയ്യാറാക്കി. 1881 ലണ്ടനിൽ പ്രസിദ്ധീകരിച്ച അറബിയും ഇംഗ്ലീഷും ഉള്ള പേരുകളുടെ പട്ടിക. അവസാനമായി G.A. സ്മിത്ത് മുകളിലെ വ്യക്തിയുടെ ഗവേഷണങ്ങൾ തൻ്റെ പ്രശസ്തമായ ദി ഹിസ്റ്റോറിക്കൽ ജിയോഗ്രഫി ഓഫ് ദി ഹോളി ലാൻഡ് എന്ന പുസ്തകത്തിൽ സംഗ്രഹിച്ചു. അത് എത്ര എഡിഷനുകളിലേക്കാണ് പോയതെന്ന് എനിക്ക് അറിയില്ല. ഇപ്പോൾ നാം പുരാവസ്തുശാസ്ത്രത്തിലേക്ക് വരുന്നു. ഓർക്കുക, ഇത് 1889 സഫ്ലിൻഡേഴ്സ് പെട്രിയുമായി മാത്രമാണ് സംഭവിച്ചത്. പുരാവസ്തുശാസ്ത്രം എന്നത് പണ്ടത്തെ മനുഷ്യജീവിതത്തിൻ്റെ ശാസ്ത്രീയ അന്വേഷണമാണ്, പ്രത്യേകിച്ച് പുരാതന കാലങ്ങളിൽ നിന്ന് നിലനിന്നിരിക്കുന്ന വസ്തുക്കൾ, അതായത് അവശിഷ്ടങ്ങൾ വഴി വെളിപ്പെടുന്നതുപോലെ. പുരാവസ്തുശാസ്ത്രം അതിൻ്റെ സ്വന്തം പ്രത്യേകതയാണ്. ചിലപ്പോൾ ഇത് ബൈബിൾ പുരാവസ്തുശാസ്ത്രം എന്ന് വിളിക്കപ്പെടുന്നു. ഇതിൽ മെസൊപ്പൊട്ടാമിയ, ഇറാൻ, ഈജിപ്ത്, മറ്റ് പ്രദേശങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പഴയ നിയമവുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ള ഭൂമി ബൈബിൾ പുരാവസ്തുശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നു. അതിനുശേഷം പാലസ്തീൻ പുരാവസ്തുശാസ്ത്രം എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അത് ഇസ്രായേലിന് തന്നെ, എരിറ്റ്സ് ഇസ്രായേലിന് പരിമിതമാണ്. പുരാവസ്തു വിവരങ്ങളുടെ വ്യാഖ്യാനം സബ്ജക്റ്റീവ് ആണ്. ഓരോ പുരാവസ്തു ഗവേഷകനും അവരുടെ കുന്നിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങളെക്കുറിച്ച് അവരുടേതായ തിരിച്ചറിയൽ രേഖയുണ്ട്. ഇവയിൽ പലതും കുന്നുകളാണ്, കാരണം അവ കുന്നിന്മേൽ ഉണ്ടായിരുന്ന നഗരങ്ങളാണ്. എന്നാൽ അതേ നഗരം വീണ്ടും വീണ്ടും പുനരാവൃതമായി. ഖനനം നടത്തുന്ന പുരാവസ്തു ശാസ്ത്രജ്ഞൻ തൻ്റെ പ്രത്യേക കുന്നിനു വേണ്ടി ആവശ്യമായ വ്യാഖ്യാനം ഉണ്ടെന്ന് തോന്നുന്നു, എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെ അല്ല.
ഒത്തുപോകുന്നില്ല. പലപ്പോഴും പിന്നീട് ആരെങ്കിലും വന്ന് ഖനനം നടത്തുകയും ആദ്യം പറഞ്ഞവരെ തെറ്റാണെന്ന് തെളിയിക്കുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് ബൈബിളിലെ ലോകദർശനവും ജാതികളുടെ പട്ടികയും ഉണ്ട്. ജാതികളുടെ പട്ടിക ഇസ്രായേലിൻ്റെ ഉന്നതകാലത്ത് അറിയപ്പെട്ടിരുന്ന ജാതിയും ഭൂമിശാസ്ത്രപരമായ ലോകവും പ്രതിഫലിപ്പിക്കുന്നു. പഴയ സമീപ കിഴക്കിലെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ പലസ്തീൻ്റെ സ്ഥാനം ഷേം, ഹാം, ജാഫത്ത് എന്നീ 3 മേഖലകൾ തമ്മിൽ മുട്ടിച്ചേരുന്നിടത്ത് വിശ്വസ്തമായ ഒരു ചിത്രം നൽകുന്നു. ഷേം കിഴക്കാണ്. അവൻ എബറിൻ്റെ മക്കളുടെ പിതാവാണ്. ഹാം തെക്കിലാണ്. അതിൽ കനാൻ ഉൾപ്പെടുന്നു. ജാഫത്ത് വടക്കിലും പടിഞ്ഞാറിലും ആണ്. ഇപ്പോൾ ബൈബിളിലെ ലോക മാനവശാസ്ത്ര ദർശനത്തിന് നമുക്ക് ഉണ്ട് ഉൽപ്പത്തി 10, 1 ദിനവൃത്താന്തം 1, 4 മുതൽ 23 വരെ. 3 പ്രധാന ശാഖകളുണ്ട്. അവ നോഹയുടെ മക്കളുടെ പേരിലാണ്. അവിടെ ജാഫത്ത് ഉണ്ട്. അതിൽ സുമേരിയന്മാരായ ഹോമർ, കൽക്കോറസിൽ നിന്നുള്ള ജനങ്ങൾ, മാഗോഗ് എന്നിവരടങ്ങുന്നു. മദായിക് വടക്കു പടിഞ്ഞാറൻ ഇറാനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇന്തോ യൂറോപ്യൻ രാഷ്ട്രം. ജവാൻ ഇത് അയോണിയോ ഗ്രീസോക്ക് തുല്യമാണ്. അനറ്റോളിയയിലെ 3 രാജ്യങ്ങളായ തുബാൽ, മേശ, ടൈറസ്. ആദ്യ 2 രാജ്യങ്ങൾ ക്യൂബൽ, മുഷ്കി, അസീരിയൻ ശിലാലിഖിതങ്ങളിൽ നിന്ന് അറിയപ്പെടുന്ന കപ്പഡോക്കിയയിലെ ഫ്രിജിയൻ രാജ്യങ്ങൾ. ടൈറസ് ഗ്രീക്ക് സ്രോതസ്സുകളിൽ ക്രിസാനോഹി ആയിരിക്കാം, അതായത് എക്ലസ്കൻസ്. ഹോമറിൻ്റെ പുത്രന്മാർ അഷ്കനാസ്, അഗർസ്കിബിയന്മാരാണ്. രഫത്ത് ആരെന്ന് അറിയില്ല. താർഗുമ അസീരിയൻ ഗ്രന്ഥങ്ങളിലെ പിൽഗമേരു. ജവാന്റെ പുത്രന്മാർ എലീഷ്, എലീഷ. സൈപ്രസിൻ്റെ തെക്കൻ തീരത്ത് സിലീഷ്യയിലെ തർഷീഷ്, കിറ്റിം, കിറ്റിയൻ രാജ്യം, റോഡോണിം, മറ്റുള്ളവരും റോഡോണിമിലേക്ക് തിരുത്തി. ഹീബ്രു അക്ഷരങ്ങളായ ദാലത്ത്, രേഷ് ഇവ വളരെ സമാനമാണ്. ചിലപ്പോൾ ഇവ രണ്ടും കലരാറുണ്ട്. അതിനാൽ ഇത് തിരുത്തിയിരിക്കുന്നു. റോഡോണിമിന് പകരം റോഡോണിം, ഒരുപക്ഷേ വസ്ത്രങ്ങൾ. ഹാം രണ്ടാമത്തെ മകനാണ്. അവൻ കുഷ്, മിസ്രയീം, പൂത്ത്, കനാൻ. ഈ കൂട്ടത്തിൽ ആഫ്രിക്കയിലെ 3 ഘടകങ്ങൾ ഉൾപ്പെടുന്നു. കുഷ് നൂബിയാണ്, മിസ്രയീം ഈജിപ്താണ്, പൂത്ത് ലിബിയൻ തീരത്താണ്. കുഷും ശക്തനായ വേട്ടക്കാരനായ നിമ്രൂദും തമ്മിലുള്ള ബന്ധം വിചിത്രമാണ്. മൂന്നാമത്തെ മകൻ ഷേമാണ്. അവൻ്റെ സന്തതികൾ മറ്റൊരു 2 മക്കളേക്കാൾ കൂടുതൽ അവ്യക്തരും അഭ്യൂഹങ്ങളുള്ളവരുമാണ്. ഏബറിൻ്റെ പിൻഗാമികൾക്ക് പ്രാധാന്യം നൽകുന്നു. ഇവരാണ് ഹീബ്രുകൾ അല്ലെങ്കിൽ ഇസ്രായേല്യർ. അവർ സെമിറ്റിക് ഭാഷ സംസാരിക്കുന്നു. യെഹെസ്കേൽ 27 വംശീയ ചിത്രവുമായി അവരുടെ സാമ്യം വളരെ വൈകിയ കാലഘട്ടത്തിൻ്റെ കാഴ്ചപ്പാട് പ്രതിഫലിപ്പിക്കുന്നതായി സൂചിപ്പിക്കുന്നു. ഹുറിയന്മാരും ഉറാട്ടിയന്മാരും കാണുന്നില്ല. ആവർത്തനം 32, 8, 9 എന്നിവ പ്രകാരം ഓരോ ജനതയും ഒരു പ്രത്യേക ദൈവിക സൃഷ്ടിയുടെ പരിചരണത്തിന് നിയോഗിക്കപ്പെട്ടു. സെമിറ്റുകൾ 3 ഗ്രൂപ്പുകളിലാണ്. മെസൊപ്പൊട്ടാമിയയിലെ അശൂർ, അരാം, വടക്കൻ മെസൊപ്പൊട്ടാമിയയിലേക്ക് അസീരിയയിലേക്കും വടക്കൻ ട്രാൻസ്ജോർഡാനിലേക്കും ദക്ഷിണ അറേബ്യയിലെ ഗോത്രങ്ങൾ. ദൈവം എല്ലാ മനുഷ്യരെയും ഈ 3 വിഭാഗങ്ങളായി വിഭജിച്ചുവെന്നും ഓരോ അവസ്ഥയ്ക്കും മുകളിൽ ഒരു സ്വർഗീയ ജീവിയെ നിയമിച്ചുവെന്നും അതിൽ പരാമർശിക്കുന്നു.